Morning. Good morning. Morning. Good morning. Good morning. Excuse me, ma'am. Yes. New intern. Oh, hi. മലയാളിയാണല്ലേ? അതെ. നാട്ടിലെവിടെയാ? ആലപ്പുഴ. First time in Bangalore? Yes. You'll get used to it. Anyway, welcome to my team. Thank you, ma'am. Sir? Yes, sir. Be right there. Okay. May I come in? Yes, come in. Good morning, Divya. எப்படி இருக்கீங்க? I'm good, sir. Here's the file. Give me. One final check and we are good to go. Please be seated. Thank you, sir. Good. I am impressed. Thank you, sir. ഇപ്പോൾ തന്നെ ക്ലയൻറ്റിനെ വിളിച്ചിട്ട് മീറ്റിംഗ് ഫിക്സ് ചെയ്താലോ? Sure, sir. പിന്നെ ഈ പ്രോജക്ട്സിന് ക്രെഡിറ്റ്സും റെസ്പോൺസിബിലിറ്റീസും ദിവ്യയുടേതാണ്. I will just sit back and enjoy the show. Thank you, sir. It's my pleasure. You deserve it. Good luck. Okay, sir. Hey, congrats यार. यार. Thank you. सिर्फ थैंक यू से काम नहीं चलने वाला, ठीक है? हमें तो बड़ी पार्टी चाहिए. हाँ, we need treat. Okay, fine. Saturday night, my place, food and drinks. All right? हाँ, perfect. असिस्ट कौन कर रहा है? One second. Then maybe what was that? The Alpha team. Hello? Oh, that's it, Yes, I right? think they'll be ready. हाँ, ठीक. Sorry. Excuse me, ma'am. Yes? Ma'am, can you please check these files before we send to the marketing team? Just keep it there. I'll look into it later. But ma'am, we need this urgently so that. I said later. Okay, ma'am. Divya files. Divya, where is the files? Sir, pardon? Today's meeting files. Oh, files. Sorry, sir. I don't have it. In my office. Now. Sorry, sir. It won't happen again. But still, என்னது திவ்யா? இதுக்கு முன்னாடி இப்படி பார்த்ததே இல்லை. என்னாச்சு? Sir, I know it's so sudden, but
ഏയ് ഇങ്ങ് മോളെ. താ, എനിക്ക് വേണം. ആ ശേ അയ്യോ സോറി അച്ഛാ. സാരമില്ല, വാ. നമുക്ക് ഇതിങ്ങനെ ഒട്ടിച്ചിട്ട് വായിക്കാം. ഡേ, എന്താ എൻ്റെ കണ്ണട കണ്ടോ? ഞാനെങ്ങും കണ്ടില്ല. ആ മുൻവശത്തെല്ലാം പോയി നോക്ക്. എന്താ ഇക്കടെ നിക്കാൻ. ഇത് കണ്ടാ നിന്റെ മോള് കാണിച്ചു വച്ചേക്കണത്? അവിടെ ഒരു മേക്കപ്പ്. അച്ഛൻ നിനക്ക് തരാൻ എഴുതിയ കത്താണ്. ജീവിച്ചിരിക്കുമ്പോഴോ തരാൻ കഴിഞ്ഞില്ല. സമയം കിട്ടിയൊന്ന് വായിച്ചു നോക്ക്. അവസാന നിമിഷങ്ങളിലും നിന്നെയായിരുന്നു മോളെ അച്ഛൻ അന്വേഷിച്ചത്. പ്രിയപ്പെട്ട ദിവ്യമോൾക്ക്, മോൾക്ക് അവിടെ സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ജോലി തിരക്കിനിടയിൽ അച്ഛനെ മറന്നതാകും. സാരമില്ല, അത്രയ്ക്ക് മോളെ വിഷമിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ. പഴയതൊക്കെ ഓർക്കുമ്പോൾ മനസ്സിലൊരു വിങ്ങൽ പോലെ. നിന്റെ സ്വപ്നങ്ങൾക്ക് അച്ഛൻ എതിരായിരുന്നു. അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കാൻ ഒത്തിരി വൈകി. കാലപ്പഴക്കം വന്ന അച്ഛൻ്റെ പിടിവാശികളിൽ മോളെ കെട്ടിയിടാൻ അച്ഛൻ ശ്രമിച്ചു. അതിനിടയിൽ മോളുടെ സ്വപ്നങ്ങളും കമ്പ്യൂട്ടറിനോടുള്ള താല്പര്യമെല്ലാം അച്ഛൻ കണ്ടില്ലെന്ന് നടിച്ചു. അന്ന് ഈ വീട് വിട്ട് ഇറങ്ങിയ ദിവസം ഓർക്കുന്നുണ്ടോ നീ? വാശിയായിരുന്നു നിനക്ക്, അതേപോലെ തന്നെ എനിക്കും.
അതുകൊണ്ട് മോളെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ വാശി അതേപോലെ കിട്ടിയിട്ടുണ്ട് നിനക്കും. നാട്ടിലെ സർക്കാർ ജോലി വേണ്ട, ബാംഗ്ലൂരിലെ IT ജോലി മതി എന്നും പറഞ്ഞ് നീ വീട് വിട്ടിറങ്ങുമ്പോൾ തകർന്നത് അച്ഛൻ്റെ എല്ലാ സ്വപ്നങ്ങളുമാണ്. ഇത് പിടിച്ചേ. അച്ഛാ അത് നീ ഇത് പിടിക്കാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട്. ഗവൺമെന്റ് ജോലിക്കല്ലാണ്ട് ഇവിടുന്ന് പോകാൻ പറ്റില്ലെന്ന്. അച്ഛാ ഇത് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട് കിട്ടിയ നിന്റെ ജോലിയാ. ഇഷ്ടം ജീവിക്കാൻ അവിടെ പറ്റില്ല. അതെന്താ എന്റെ ഇഷ്ടത്തിനൊരു പറ്റില്ലെന്ന് വിലയില്ലേ? പറഞ്ഞില്ലേ? എനിക്കിതിന് പോണം. ഞാൻ അതൊക്കെ ഈ പോവും. വീടിന്റെ പുറത്ത്. ആ പോവോ? ഓടിയെന്നാ. പോവല്ലേ മോളെ, ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചു. ഇല്ലമ്മേ, പോട്ടെടാ. വേണ്ട. അതുകൊണ്ട് തന്നെ ആദ്യമൊക്കെ ദേഷ്യമായിരുന്നു നിന്നോട്. പിന്നീട് അതൊരു വാശിയായി മാറി. ആ വാശിയൊക്കെ മാറി യാഥാർത്ഥ്യം മനസ്സിലാക്കാൻ അച്ഛൻ ഒരുപാട് വർഷങ്ങൾ വേണ്ടി വന്നു. അച്ഛാ ദേ കണ്ടോ? മോളുടെ ഉയർച്ചകൾക്കും വിജയങ്ങൾക്കും കൂടെ ഉണ്ടാവാൻ കഴിയാത്തതിൽ അച്ഛന് നല്ല വിഷമമുണ്ട്. ചിലപ്പോൾ അതായിരിക്കും വിധിച്ചിട്ടുള്ളത്. എൻ്റെ സ്വാർത്ഥത കാരണമാണല്ലോ ഈ അവസ്ഥ അനുഭവിക്കേണ്ടി വന്നത് എന്നോർക്കുമ്പോൾ ഒരു കുറ്റബോധമുണ്ട്. അച്ഛൻ ഒരുപാട് ആഗ്രഹിച്ചു മോളെ ഒന്ന് കാണാൻ, സംഭവിച്ചതിനെല്ലാം മാപ്പ് പറയാൻ. പക്ഷേ മോളെ വിളിക്കാനുള്ള ധൈര്യം അച്ഛനില്ലായിരുന്നു. മോൾക്ക് ആ ദേഷ്യം ഇപ്പോഴും ഉണ്ടാകുമോ എന്ന പേടിയായിരുന്നു. അച്ഛൻ്റെ തെറ്റുകൾ പൊറുക്കാൻ മോൾക്കൊരിക്കലും കഴിയില്ല എന്ന് പറഞ്ഞാൽ അച്ഛനത് താങ്ങാനാവില്ല. അതുകൊണ്ടാണ് അച്ഛൻ ഈ കത്തെഴുതുന്നത്. ദിവ്യമോളെ, പറ്റുമെങ്കിൽ അച്ഛനോട് മോൾ ക്ഷമിക്കണം. അച്ഛന് മോളെ ഒന്ന് കാണണമെന്നുണ്ട്. പക്ഷേ അവിടം വരെ യാത്ര ചെയ്യാനുള്ള ശാരീരിക അവസ്ഥയിലല്ല അച്ഛൻ ഇപ്പോഴുള്ളത്. പറ്റുമെങ്കിൽ മോളൊന്ന് ഇങ്ങോട്ട് വരണം. അച്ഛനോട് ക്ഷമിച്ചു എന്ന് പറയണം. അച്ഛൻ്റെ ഒരു വലിയ ആഗ്രഹമാണത്. മോളുടെ വരവിനായി അച്ഛൻ കാത്തിരിക്കും എന്ന് സ്നേഹപൂർവം അച്ഛൻ.